നമസ്കാരം. ഞാൻ ശ്യാമ. കൽക്കി മാമിൻ്റെ ഇവിടുത്തെ ഒരു ഭക്തയാണ്. ശരിക്കും കൽക്കി മാം നമുക്ക് ദൈവം തന്ന നിധിയാണെന്ന് തന്നെ പറയാം. കാരണം ഒത്തിരി ദുഃഖങ്ങളും കഷ്ടപ്പാടും നിറഞ്ഞാണല്ലോ നമ്മുടെ ജീവിതം. അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ഉണ്ടായി. ഞാൻ യൂട്യൂബിൽ കൂടി കണ്ട് ആണ് കൽക്കി മാമിനെ പരിചയപ്പെട്ടത്. പിന്നെ കൽക്കി മാമിനെ കോണ്ടാക്ട് ചെയ്തു. അതിന് ശേഷം കൽക്കി മാമിനോട് സംസാരിച്ചു. അപ്പം ഭഗവാന്റെ കാര്യം പറഞ്ഞു. ഭഗവാൻ ശരിക്കും നമ്മളുടെ ഓരോ കാര്യങ്ങളും ഭഗവാനോട് കൽക്കി മാം ചോദിച്ച് ഭഗവാനാണ് അതിൻ്റെ ആൻസർ കൊടുക്കുന്നത്. അതിനനുസരിച്ച് കൽക്കി മാം നമ്മളോട് പറയുന്നു, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. എന്ത് പ്രവൃത്തി ചെയ്താലും എന്ത് ദുഃഖങ്ങൾ വന്നാലും ഭഗവാനോട് കരഞ്ഞു വിളിച്ചാൽ ഭഗവാൻ അത് കേൾക്കുമെന്നുള്ളത് നമുക്ക് കൽക്കി മാമിൽ കൂടിയാണ് സാധിച്ചു തരുന്നത്. നമുക്ക് ബോധ്യമായി ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസൾട്ടേഷൻ, സോൾ കൺസൾട്ടേഷൻ മാമിന് റെയറായിട്ട് ഈ അനുഗ്രഹം കിട്ടുന്ന ആൾക്കാരിൽ ഒരാളാണ് മാം. ഒത്തിരി ദുഃഖങ്ങളുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഫാമിലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മാമിനെ കണ്ട് ഞാൻ സംസാരിച്ച ഉടനെ സോൾ കൺസൾട്ടേഷൻ എടുക്കാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ സോൾ കൺസൾട്ടേഷനിലെത്തു. അപ്പം അച്ഛൻ്റെ ആത്മാവുമായിട്ട് മാം സംസാരിച്ചു. ഞങ്ങളുടെ പ്രസൻസിൽ തന്നെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് മാം എനിക്ക് പറഞ്ഞു തന്നു. അതിനനുസരിച്ച് ഞാൻ ചെയ്ത് ഇപ്പം എനിക്ക് വളരെ സമാധാനമായിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്തെന്ന് എനിക്ക് അതിശയമാണ്. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് ലോകം. ഇതൊന്നും ഇന്നത്തെ തലമുറയോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ളവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ അനുഭവമാണ്, നമ്മളുടെ എക്സ്പീരിയൻസാണ് നമ്മളെ വിശ്വാസിയാക്കുന്നത്. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമാണ്. കൽക്കി മാം നമുക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമാണ്. കാരണം നമുക്കോ നേരിട്ട് ദൈവത്തിനോട് സംസാരിക്കാൻ പറ്റില്ല. കൽക്കി മാമിൽ കൂടി നമ്മുടെ പ്രശ്നങ്ങൾ പറയുകയും പരിഹരിക്കുകയും അങ്ങനെ നന്നായി ജീവിച്ചു പോവുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും പറഞ്ഞാൽ മരിച്ച ശേഷം ഒരുപാട് സങ്കടങ്ങളിലിരിക്കുമായിരുന്നു ഞാൻ. അതിനുശേഷം മാമിൻ്റെ കണ്ട ശേഷമാണ് മാം എൻ്റെ ഹസ്ബൻഡിനായിട്ടുള്ള ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തത്. അതിലൂടെ എനിക്കും എൻ്റെ ഫാമിലിക്കും മനസ്സമാധാനവും സന്തോഷവും എല്ലാം കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാമിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് സത്യം ഞങ്ങളുടെ ജീവിതം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസം വന്നു. ഒരുപാട് അനുഗ്രഹവും ഭാഗ്യവും പുണ്യവും ചെയ്ത ജന്മമാണ് എൻ്റെതെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഞാൻ വന്നു. ഇന്ന് രാവിലെ ഇതിന് പങ്കുകൊള്ളാൻ എനിക്ക് സാധിച്ചു. അതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയും. പിന്നെ കൽക്കിയമ്മയായിട്ടുള്ള എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാനൊരു സോൾ കമ്മ്യൂണിക്കേഷനും ചക്ര ക്ലെൻസിങ്ങും എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്കും നല്ല അനുഭവങ്ങളായിരുന്നു. എനിക്കല്ല, എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഈ പുണ്യവതിയായ ഒരു അമ്മയെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഭഗവാനോട് അകമഴിഞ്ഞ അനന്തകോടി നന്ദി ഞാൻ ഭഗവാനോട് പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒന്ന് അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതിന്. 3 വർഷം മുമ്പേ ഞാൻ ആഗ്രഹിച്ചതാണ്. യൂട്യൂബിലൂടെ കണ്ട്, അന്ന് അമ്മ ലിത്വാനിയയിലായിരുന്നു. ഒന്ന് കാണാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇന്ന് 2026 ഇപ്പോഴ് എനിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് നന്ദി, സന്തോഷം ഭഗവാനോടും അമ്മയോടും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ മഹാവിഷ്ണു ഭക്തിയാണ്. പിന്നെ അതുപോലെ ഇന്നലെ ഏകാദശിയായിരുന്നു. അപ്പം ഇന്ന് ദ്വാദശിയാണ്, പാരണ വീടുന്ന ദിവസമാണ് ഇന്ന്. ഈ ദ്വാദശി ദിവസം തന്നെ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ കണ്ട് സായുജ്യ പടയാൻ ഭാഗ്യം കിട്ടിയതിൽ അങ്ങേയറ്റം ഭാഗ്യവതിയായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ ഈ അമ്മ കാരണമാണ് ഇത് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഹസ്ബൻഡുണ്ട് ഈ അമ്മയുടെ ഗ്രൂപ്പിൽ. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഇവിടെ എത്തിച്ചേർന്നപ്പം വേറൊരു അന്തരീക്ഷവും
ഭക്തിസാന്ദ്രമായ ഒരു നമുക്കൊരു മനസ്സിൽ കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് തോന്നിയത്. മുജ്ജന്മ സുഹൃതം എന്ന് തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദ്വാദശി ദിവസം തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭഗവാനോട് അങ്ങേയറ്റം കൃതാർത്ഥത ഉള്ളവളാണ് ഞാൻ. അതുപോലെ ഈ അമ്മയോടും അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു.